ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. CPM-നെതിരെ ആഞ്ഞടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്നും കീഴ്വഴക്കങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആർക്കും കഴിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കീഴ്വഴക്കങ്ങളെക്കാൾ രാഷ്ട്രീയവും LDF-ന്റെ ഒരുമയുമാണ് വലുതെന്നും എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി കൈക്കലാക്കുന്ന രീതി മാറ്റണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി അസാധാരണമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച. സംഘടനയ്ക്കകത്ത് ആഴത്തിലുള്ള തിരുത്തലും ശൈലി മാറ്റവും അനിവാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും നേതാക്കളുടെ പ്രതികരണത്തിലെ ധാർഷ്ട്യവും തിരിച്ചടിയായെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ ചോദിച്ചു. ആനയെ നടക്കിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് വരെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഭക്തജനങ്ങൾക്കും സർക്കാരുകൾക്കും എന്ത് റോളാണ് ഉള്ളത്? ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കോടതി ഇടപെടലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വയനാട് കള്ളാടി ദുരന്തത്തിൽ അവസാന മൃതദേഹം കൂടി കണ്ടെടുത്തു. ലഭിച്ചത് വിക്രം റാണയുടെ മൃതദേഹമാണ്. ഇതോടെ മരണം 8ആയി. പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂനെയിൽ മാലിന്യക്കൂമ്പാരം ഇടിഞ്ഞു വീണ് പ്ലാന്റ് കെട്ടിടം തകർന്ന് കാണാതായവരിൽ അവസാന ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 9ആയി. 23 പേരാണ് മുംബൈയിലെ പിംപ്രി ചിഞ്ച്വാഡ് കോർപ്പറേഷന്റെ കീഴിലുള്ള വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽപ്പെട്ടത്. 14 പേരെ സാഹസികമായി രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് കെട്ടിടത്തിന് മുകളിലേക്ക് സമീപത്തെ കൂറ്റൻ മാലിന്യ കൂമ്പാരം തകർന്നു വീണത്. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പൽ GSF ഗാലക്സിക്ക് നേരെ ഇറാന്റെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ നാവികരിൽ 10 പേർ സുരക്ഷിതരാണ്. എന്നാൽ ഒരു നാവികനെ കണ്ടെത്താനുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാൻ അധികൃതർ അറിയിച്ചു. നാവികരെ സുരക്ഷിതരായി കരയിലേക്ക് എത്തിക്കുന്നതിന് സഹായം നൽകിയ ഒമാൻ ഭരണകൂടത്തിന് ഇന്ത്യ നന്ദി അറിയിച്ചു. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഇറാന്റെ മിസൈൽ ഡ്രോൺ സെന്ററുകൾ ഉൾപ്പെടെ 140 സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയത്. US ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെളിപ്പെടുത്തി. തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾ പ്രതിരോധിച്ചുവെന്ന് ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണം അനസ്തീഷ്യ നൽകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക റിപ്പോർട്ട്. ചികിത്സ നൽകിയ 3 ഡോക്ടർമാരെയും ചോദ്യം ചെയ്യും. ഇവരെ 2 ദിവസത്തിനകം ഹാജരാകണമെന്ന് പോലീസ് ആശുപത്രി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. പീഡിയാട്രീഷ്യൻ, പ്ലാസ്റ്റിക് സർജൻ, അനസ്തീഷ്യ നൽകിയ ഡോക്ടർ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. കേസെടുത്തതിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഡോക്ടർമാർ ഒളിവിൽ പോയതായാണ് വിവരം. പ്രിയ ഗായിക S. ജാനകിക്ക് രാജ്യത്തിൻ്റെ പ്രണാമം. സംസ്കാരം വൈകിട്ട് മൈസൂർ ഹുണ്ടിയിലെ ഫാം ഹൗസിൽ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 8 മണി മുതൽ പൊതുദർശനം നടക്കുകയാണ്. ഇന്നലെ രാത്രി മൈസൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടോളം സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന പ്രതിഭയായിരുന്നു S. ജാനകി. 20ഓളം ഭാഷകളിലായി 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 14 തവണ കേരള സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചു. 4 തവണ ദേശീയ പുരസ്കാരവും ലഭിച്ചു. സ്വരമാധുരിയിലൂടെ മലയാളികളുടെ മനം കവർന്ന ഗായിക കൂടിയായിരുന്നു S. ജാനകി. സ്വിറ്റ്സർലൻഡിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് തകർത്ത അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ പ്രവേശിച്ചു. അധിക സമയം വരെ ആവേശം നീണ്ട മത്സരത്തിൽ 4 മുന്നേറ്റ താരങ്ങളെ ഒരേ സമയത്ത് ഇറക്കിയാണ് അർജന്റീന വിജയം പിടിച്ചെടുത്തത്. വലിയ ആവേശത്തോടെയാണ് അർജന്റീന ആരാധകർ സെമി പ്രവേശനത്തെ വരവേറ്റത്. ഇംഗ്ലണ്ടാണ് സെമിയിൽ അർജന്റീനയുടെ എതിരാളികൾ. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ സെമിയിൽ ഏറ്റുമുട്ടുന്നത് ആദ്യമായാണ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു.